കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സ്വരൂപിച്ച ദിയാദനം റിയാദ് കോടതിയിൽ എത്തിച്ചു. റിയാദ് ഗവർണറേറ്റിൽ 34 കോടി രൂപയുടെ ചെക്കാണ് കോടതിയിൽ എത്തിയത്. പെരുന്നാൾ അവധി കഴിഞ്ഞ് കോടതി തുറന്നാൽ തുടർ നടപടികൾ പൂർത്തിയാക്കും. വധശിക്ഷ ഒഴിവാക്കാൻ അനുരഞ്ജന കരാറിൽ വാദി പ്രതിഭാഗം പ്രതിനിധികൾ ഒപ്പുവച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യൻ എംബസി റിയാദ് ഗവർണറേറ്റിന് കൈമാറിയ ചെക്കാണ് ഇന്ന് കോടതിയിലെത്തിയത്. ഇതോടെ അവസാനഘട്ട നടപടികളിലേക്കാണ് കേസ് എത്തിയത്. പെരുന്നാൾ അവധിയിലാണ് കോടതി. അവധി കഴിഞ്ഞ് കോടതി പ്രവർത്തനം തുടങ്ങിയാൽ ഇരു കക്ഷികൾക്കും ഹാജരാകാനുള്ള നോട്ടീസ് അയക്കും. തീയതിയും സമയവും അറിയിച്ചുള്ള നോട്ടീസാണ് കോടതിയിൽ നിന്ന് നൽകുക. ഇരുവിഭാഗവും കോടതിയിലെത്തി ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒപ്പുവെക്കുന്നതോടെ റഹീമിന്റെ മോചനം സാധ്യമാകും. ഈ മാസം അവസാനത്തോടെ റഹീമിനെ മോചിപ്പിച്ച ശേഷം നാട്ടിലേക്ക് തിരിച്ചയക്കാനാണ് സഹായ സമിതിയുടെ ശ്രമം. ജയിലിൽ നിന്ന് നേരിട്ട് നാട്ടിലേക്കായിരിക്കും അയക്കുക. എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി, അറ്റോർണി സിദ്ദിഖ് തുവൂർ എന്നിവർ റിയാദ് ഗവർണറേറ്റിലെത്തിയാണ് റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരിലുള്ള 15 മില്യൺ റിയാലിന്റെ ചെക്ക് കൈമാറിയത്. റഹീമിന്റെ മോചനത്തിലെ ഏറ്റവും സുപ്രധാന നടപടിയായിരുന്നു ഇത്. മീഡിയ 1 റിയാദ്.